സമർപ്പിത ജയിൽവാസം തുടർന്നാൽ ക്രൈസ്തവ ജനത പാർലമെന്റിന് മുൻപിൽ ഒരുമിക്കും എന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ഭരണങ്ങാനത്ത് നടത്തപ്പെട്ട പ്രാർത്ഥനാ യജ്ഞത്തിൽ സംസാരിക്കുകയായിരുന്നു പാലാ രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. കന്യാസ്ത്രീകളുടെ ജയിൽവാസം അനിശ്ചിതമായി തുടർന്നാൽ കേരള ക്രൈസ്തവ ജനത ഡൽഹിയിൽ പാർലമെന്റിന് മുന്നിൽ ഉടൻ ഒരുമിക്കും. ഛത്തീസ്ഗഡിൽ ജയിൽവാസം അനുഭവിക്കുന്ന സമർപ്പിത സഹോദരികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണങ്ങാനത്ത് നടത്തപ്പെട്ട പ്രാർത്ഥനാ യജ്ഞത്തിൽ പാലാ രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സംസാരിക്കുകയായിരുന്നു. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഒരു ഭരണകൂടത്തെ കൂടെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് പൗരന്മാരുടെ ദൗർഭാഗ്യമാണ്. എത്രയോ തവണ നമ്മുടെ ഭരണഘടന കീറി മുറിക്കപ്പെട്ടു. ഇത്രമാത്രം സർജറികൾക്ക് വിധേയമായ ഒരു ഭരണഘടന കാണുകയില്ല. അതതിൻ്റെ യുണീക്ക്നെസ് കൊണ്ടാണ്. വിട്ടുകളയാൻ പാടില്ലാത്ത മൂല്യങ്ങളെ അത് സംഭരിച്ച് വയ്ക്കുന്നത് കൊണ്ടാണ്. ആർട്ടിക്കിൾ 25 നൽകുന്ന മതസ്വാതന്ത്ര്യം ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ആണിക്കല്ലാണ്. ഇന്ത്യൻ സെക്യുലറിസം കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്യുലറിസമാണ്. അതൊരു പൊളിറ്റിക്കൽ അറേഞ്ച്മെന്റാണ്. അതിലെല്ലാ മതവിഭാഗങ്ങളും എല്ലാ ഭാഷാ വിഭാഗങ്ങളും ഉൾച്ചേർത്ത് വെച്ചിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം കൂടെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് രാജ്യത്തിന്റെ ദൗർബല്യം തന്നെയായി പരിഗണിക്കേണ്ടി വരും. മതസ്വാതന്ത്ര്യം തടയുന്നത് പെട്രോൾ ടാങ്കിന് മുമ്പിൽ തീപ്പെട്ടി ഉരയ്ക്കുന്നത് പോലെ അപകടകരമാണെന്ന് അഭിവന്ദ്യ പിതാവ് ഓർമ്മിപ്പിച്ചു. ഛത്തീസ്ഗഡിലുണ്ടായ ഈ സംഭവങ്ങളുടെ പേരിൽ സുവിശേഷ വേളയിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ മുഖ്യ വികാരി ജനറൽ വികാരി മോൺസെഞ്ഞൂർ ജോസഫ് തടത്തിൽ, ഭരണങ്ങാനം ഫൊറോന വികാരി ഫാദർ സക്കറിയാസ് ആട്ടപ്പാട്ട് എന്നിവർ സംസാരിച്ചു. പാലാ രൂപത മുൻ അധ്യക്ഷൻ ബിഷപ്പ് ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, ശംഷാബാദ് ബിഷപ്പ് ജോസഫ് കൊല്ലംപറമ്പിൽ, ജനറൽമാരായ മോൺസെഞ്ഞൂർ ജോസഫ് മലേപ്പറമ്പിൽ, മോൺസെഞ്ഞൂർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, മോൺസെഞ്ഞൂർ ജോസഫ് കണിയോടിക്കൽ, അൽഫോൺസ തീർത്ഥാടന റക്ടർ ഫാദർ അബ്രഹാം പാലേക്കപ്പറമ്പിൽ, വിവിധ ഫൊറോന വികാരിമാർ, രൂപതയിലെ വിവിധ സംഘടനാ ഭാരവാഹികൾ ഐക്യദാർഢ്യ സമ്മേളനത്തിന് നേതൃത്വം നൽകി. രൂപതയിലെ 170 ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികൾ, വികാരിമാർ, വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ള സമർപ്പിതർ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. i4 ന്യൂസ്, പാലാ.